ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ കുറച്ച് ഫൗണ്ടേഷൻ പാർട്ടുകളാണ്. നമുക്കറിയാം, നമ്മളാരും പിന്നെ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾ ഇങ്ങനെ ഇതിന് ഒരു ബേസ് പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല. നമുക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ബേസ് തന്നെ നമ്മളെല്ലാവരും LKG മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യും എന്ന് വിശ്വസിച്ച് അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് നമ്മളെ 10th 12th കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളിലൂടെയാണ്. നമുക്കറിയാം, 10th വരെ എല്ലാ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും അവരെ ബോർഡുകളാണ് എന്ത് ചെയ്യൽ എഡ്യൂക്കേഷൻ നടത്തൽ. 10th കഴിഞ്ഞ് 12th പിന്നെ എന്താണ് ഹയർ സെക്കൻഡറി ബോർഡുകളാണ് നടത്തൽ. 12th കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരാണ് കോഴ്സ് നടത്താറുള്ളത്? യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് അല്ലേ? എപ്പോഴും കോളേജസ് ഉണ്ടാവും. കോളേജസ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടാവും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റി വലിയൊരു സംഭവമാണ് അല്ലേ? എപ്പോഴും നമ്മൾ സ്വീപ്പാക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എത്ര പരീക്ഷ എഴുതിയാലും കൃത്യമായിട്ട് മാർക്ക് തരാത്ത ആൾക്കാരാണ് അല്ലേ? നമ്മൾ എന്തെന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബേജാറ് പിടിച്ച പരിപാടിയാണ് അല്ലേ? അപ്പോൾ ബേസിക് ആകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റി, ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യണത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോണത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് യൂണിവേഴ്സിറ്റി? യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഐഡിയ ഉള്ളത് പറഞ്ഞോളൂ. വാട്ട് ഈസ് യൂണിവേഴ്സിറ്റി? അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ആവശ്യം എന്താ? ഹയർ സ്റ്റഡീസ് പഠിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി വേണം. വേറെ ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് പഠിച്ചതിന് ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് എന്ത് വേണം? യൂണിവേഴ്സിറ്റി വേണം. വേറെ എന്തെങ്കിലും അഭിപ്രായം? വരട്ടെ, അഭിപ്രായങ്ങൾ വരട്ടെ. ഒരു 3 അഭിപ്രായം വന്നാലേ നമ്മളൊരു സെഷൻ നടന്നു പോകുള്ളൂ. യൂണിവേഴ്സിറ്റി ആരിന് എന്താണ് കൊടുക്കുക? എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നില്ല, അധികം കോളേജസ് ആണ് കൊടുക്കല്. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഒരു പാർട്ടാണ്. മീൻസ് സിലബസ് ബന്ധപ്പെട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. ശരിക്കും യൂണിവേഴ്സിറ്റി അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കൽ എന്താണ്? സർട്ടിഫൈ ചെയ്യലാണ് അല്ലേ? ഒരാള് ആ കോഴ്സിന് അല്ലെങ്കിൽ ആ ബിരുദത്തിന് യോഗ്യനാണെന്നുള്ളത് സർട്ടിഫൈ ചെയ്യലാണ് എന്ത് ശരിക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ജോലി. യൂണിവേഴ്സിറ്റി ജോലി ശരിക്കും നമ്മളൊരു കൊമേഴ്സ് പഠിച്ചു, 3 കൊല്ലം പഠിച്ച് ഞാൻ അതിൻ്റെ ബാച്ചിലർ കോഴ്സിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞ് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ആ സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഡ്യൂട്ടി. അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കണമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റി എക്സാം നടത്തും അല്ലേ? നമ്മൾ മേലിന്ന് താഴത്തേക്ക് വരും കേട്ടാ, എക്സാം നടത്തും. എക്സാം കഴിഞ്ഞാൽ എക്സാം നടത്താൻ വേണ്ടി എന്ത് ചെയ്യും? എഡ്യൂക്കേറ്റ് ചെയ്യും, ക്ലാസ്സസ് കൊടുക്കും. ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കോളേജസിനെ ചുമതലപ്പെടുത്തും അല്ലേ? കോളേജസിന്റെ ചുമതല, കോളേജസിന് എന്ത് ചെയ്യുക? ഇതിൽ കുട്ടികളെ അഡ്മിഷൻസ് എടുക്കും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ നടക്കുന്ന പരിപാടി അഡ്മിഷൻസ് എടുക്കുക, കോളേജിൽ കൂടാവും, അവർ ക്ലാസ് കൊടുക്കണം, എക്സാം നടത്തുന്ന, സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതൊരു ലീഗൽ എൻറ്റിറ്റി. അതായത് നമ്മളൊരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കുന്നു? യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു. അതായത് ഇന്ത്യയിൽ നമ്മളെ 12th വരെ സ്റ്റേറ്റ് ബോർഡുകളാണ്, ഹയർ സെക്കൻഡറി ബോർഡുകളാണ് നിയമിക്കുക. അത് കഴിഞ്ഞാൽ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? സാധാരണ 1 കൊല്ലം കഴിഞ്ഞുള്ള കോഴ്സ് ഡിപ്ലോമ എന്ന് പറഞ്ഞ് കൊടുക്കും. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞ കോഴ്സിന് എന്താണ്? ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കും. ഡിഗ്രി ശരിക്കും നമ്മൾ സ്റ്റെപ്പാണ്, ഒരു ലെവലാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് അതായത് +2 കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ കോഴ്സുകളും കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾ ആരാണ്? യൂണിവേഴ്സിറ്റികളാണ് നോർമൽ ലെവലിൽ ചുമതലപ്പെടുത്തുന്നത്. കൂടാതെ യൂണിവേഴ്സിറ്റി കൂടാതെ നാഷണൽ വേറെ കുറച്ച് ഏജൻസീസ് ഒക്കെ ഉണ്ട്. എന്നാലും യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഏജൻസി, കുട്ടികളെ ഹയർ സ്റ്റഡി സർട്ടിഫൈ ചെയ്യുന്ന ഏജൻസിയാണ് എന്ത്? യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിന്റെ ആവശ്യം എന്താണ്? ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റിന്റെ ആവശ്യം എന്താ? അതായത് കുട്ടികൾ പഠിച്ചു വരുന്ന ആളുകളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? യൂണിവേഴ്സിറ്റിന്റെ ജോലി. ഓക്കെ.
ഇനി എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവണം എന്നുള്ളത് അറിയോ? ഗവൺമെന്റ് ഉം. അവിടെ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം. ഒരു ആക്ട് പാസ്സാക്കി ഉം. ഒരു ബോഡി ഉണ്ടാക്കും. ഒക്കെ ശരിയാണ്. അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറെ യുവാക്കളുണ്ട്. പ്രധാനപ്പെട്ടത് യുവാക്കളാണ്. യുവാവാണെന്ന് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളെ മാനവശേഷി വികസന മന്ത്രാലയം ഒരു കുട്ടിൻ്റെ വിദ്യാഭ്യാസം 12th അല്ലെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള എഡ്യൂക്കേഷൻ ഹയർ സ്റ്റഡീസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എത്ര യുവാക്കളുണ്ട്, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മളൊരു അനലൈസിങ് നടത്തും. എന്നിട്ട് ആ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവിടെ ഒരു യൂണിവേഴ്സിറ്റി ആവശ്യമാവും, അല്ലെങ്കിൽ ഒരു കോളേജസ് ആവശ്യമായി വരും. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത്. നോർമൽ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തെ പാർലമെന്റിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ അസംബ്ലിയിൽ എന്ത് വേണം? ഒരു ലോ പാസ്സാക്കണം, ഒരു നിയമം നിർമ്മിക്കണം. അതായത് ഓരോ യൂണിവേഴ്സിറ്റികളും എന്താണ്? ഓരോ നിയമങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് അറിയോ? നമ്മുടെ കേരളത്തിൽ ടോട്ടൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് അറിയോ? നമുക്ക് എത്ര യൂണിവേഴ്സിറ്റിയുടെ പേര് അറിയാം? കാലിക്കറ്റ്, MG, കണ്ണൂർ, കേരള, കണ്ണൂര്. കേരളത്തിൽ ടോട്ടൽ 22 യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിന്റെ പേര് ടോട്ടൽ ആർക്കൊക്കെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും അറിഞ്ഞോളന്നില്ല. ഓക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളക്കാരുടെ പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ്, അല്ലേ? കാരണം ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കുറച്ച് കോട്ടയംകാരനോട് ചോദിച്ചാൽ പോലും MG ആണ്, തിരുവനന്തപുരത്തോട് പറഞ്ഞു കേരളമാണ്, മറ്റൊന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. അതാണ് ഏറ്റവും ടഫ് എന്നും പറയും. കാരണം ഓന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതിലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ടീനേജിൽ പഠിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറേ വൈകാരികത ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ 22 യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ. ഈ 22 യൂണിവേഴ്സിറ്റികൾ എന്താണ്? ഓരോരോ നിയമങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും എന്തല്ല? ഒരേ നിയമമല്ല. കേരളത്തിൽ മലപ്പുറം ജില്ലയിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു നിയമമാണ്, ഒരു ലോ ആണ്. അതിന്റെ പരമാധികാരം, അതിന്റെ ഓട്ടോണമസ് പവർ ആർക്കാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ VC അല്ലെങ്കിൽ അതിന്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കാണ്. അതിന്റെ സെനറ്റിനാണ്, അതിന്റെ വൈസ് ചാൻസലർ, അതിന്റെ ചാൻസലർ. അതൊരു നിയമമാണ്. ആ നിയമത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നടക്കുക. ഇനി അതേ നിയമം ആയിക്കോളുന്നില്ല അതിന്റെ 20 കിലോമീറ്റർ അപ്പുറമുള്ള മലയാളം സർവകലാശാലയ്ക്ക്. അത് വേറൊരു ആക്റ്റാണ്. ക്ലിയർ? അങ്ങനെ ഓരോരോ ഈ നിയമങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാണ്? അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതാത് നിയമസഭകളിലും, സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലുമാണ് എന്ത് വരിക? ആ നിയമത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അവിടെ ചേരുന്നവരെ എലിജിബിലിറ്റി, അവിടെ ചേരുന്നവരെ റിസർവേഷൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ നിയമമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ നിയമം. ക്ലിയർ? അപ്പൊ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേപോലെയാണെന്നും വിചാരിക്കരുത്, ഒരേ നിയമമാണെന്നും നമ്മൾ വിചാരിക്കരുത്. പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റിയും വ്യത്യസ്ത നിയമങ്ങൾ അതാത് സ്റ്റേറ്റിന്റെ നിയമസഭകളിൽ പാസ്സാക്കുന്നതാണ് ഓരോ യൂണിവേഴ്സിറ്റികളും. ഇങ്ങനെ വ്യത്യസ്ത നിയമങ്ങളും വ്യത്യസ്ത ഓട്ടോണോമസ് പവറുകളും ഒക്കെ ആണെങ്കിൽ കൂടി ഇതിനൊക്കെ കൂടി എന്ത് ചെയ്യണം? ഒരു നിയന്ത്രണമാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും തോന്നിയ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താവില്ല, ഇവിടെ അതൊരു സംവിധാനമായിട്ട് നിലനിൽക്കില്ല, പറ്റൂലല്ലോ. അതിനൊക്കെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറേ അതോറിറ്റികളുണ്ട്. നമ്മുടെ നാട്ടിൽ ബാങ്കിനെ ആരാ റെഗുലേറ്റ് ചെയ്യണേ? ഇല്ല, സെബി ഷെയർ മാർക്കറ്റിന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലേ? കാരണം നമ്മൾ ഏത് ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാലും സേഫ് ആണ്, അത് റിസർവ് ബാങ്ക് അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ. അതിന് ഒരു റെഗുലേറ്റർ ബോഡിയാണ് ആര്? റിസർവ് ബാങ്ക്. ഓക്കെ. അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനാണ് സെബി. അങ്ങനെ ഓരോന്ന് ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി. അതേപോലെ തന്നെ നമ്മളെ ഹയർ സ്റ്റഡീസിന് ആഫ്റ്റർ +2 യൂണിവേഴ്സിറ്റികളെ കൺട്രോളിങ്ങും റെഗുലേറ്റും ചെയ്യുന്ന അതോറിറ്റിയാണ് ആര്? UGC. ആരാണ്? UGC. UGCന്റെ പൂർണ്ണമായിട്ടുള്ള പേര് അറിയോ? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. എപ്പോഴും നമ്മൾ ആസ് എ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആസ് എ എഡ്യൂക്കേഷണൽ സർവീസിലുള്ള ഒരാൾ, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോണ ഒരാൾ, ഏത് ലെവലിലും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മേഖല പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയ അറിവൊന്നുമില്ല. നമ്മൾ വലിയ അറിവുണ്ടെന്ന് വിചാരിക്കുന്നത് അധ്യാപകർക്കൊക്കെയാണ്. പക്ഷെ അധ്യാപകർക്ക് പോലും യൂണിവേഴ്സിറ്റികളും ഇതിൻ്റെ
അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും വലിയ അറിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളോട് ഈ വിദ്യാഭ്യാസ മേഖല ആളുകളോട് എപ്പോഴും നമ്മുടെ നാട് എഡ്യൂക്കേഷനിൽ ഒരു എന്താ പറയുക എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് അറിവുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്ന ആളുകളോടാവും ചിലപ്പോൾ നമ്മളൊരാൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെൻട്രർ നമ്മളോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്മളോട് ചോദിക്കും എന്താണ് UGC എന്ന് ചോദിച്ചാൽ അത് സ്റ്റുഡൻറ്റിന് അറിയാം നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അത് മനസ്സിലാകില്ല. നമ്മൾ വലിയ അറിവുള്ള ആളാന്ന് വിചാരിച്ച് നമ്മളെ ചോദിക്കുന്ന കാര്യം നമുക്ക് അതുപോലും അറിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അതാണ് UGCന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ധർമ്മം. ഇത് കൃത്യമായിട്ട് പഠിക്കണം. UGC എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓൺലൈനാണ്. ഓൺലൈനിൽ ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് ugc.ac.in. അപ്പോൾ UGCന്റെ ജോലി എന്താണ്? ഇന്ത്യയിൽ പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിനെ ഒരേ പാറ്റേണിൽ കൊടുന്ന് റെഗുലേറ്റ് ചെയ്യലാണ് എന്ത് UGCന്റെ നിയമം. UGC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRDന്റെ അണ്ടറിലാണ് ശരിക്കും എന്ത് വരിക UGC വരിക. അതായത് ഇന്ത്യൻ മാനവശേഷി വികസന മന്ത്രാലയം എന്ന് പറയും. ആ റേഡിയോയിൽ പറയുമ്പോൾ കേൾക്കാൻ രസമാണ്, പക്ഷെ മലയാളം അതാണ്. അതായത് ഇന്ത്യയിലെ നമ്മളുള്ള യൂത്തിനെ അല്ലെങ്കിൽ മാനവ വിഭവശേഷിയാണ് എന്ത് എഡ്യൂക്കേഷനിലൂടെ സ്കില്ലുകളിലൂടെ ഒക്കെ വളർത്തുന്നത്. അപ്പോൾ അതിനൊരു പാർട്ടാണ് എഡ്യൂക്കേഷൻ അല്ലേ? അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷനെ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ അധികം ചുമതലപ്പെടുത്തിയുള്ള ആരെയാണ്? UGCനെയാണ്. ഓക്കെ, അപ്പോൾ UGCന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇത് കോഴ്സുകളെ റെഗുലേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ, അപ്രൂവൽ കൊടുക്കാൻ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ കുറേ എന്താ പറയുക അതിനൊരു ബൗണ്ടറിയിൽ കൊണ്ടുപോയാലൊക്കെ UGCന്റെ ഗവർണൻസ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ് പേര്. ഇതിലൂടെയാണ് പല ഗ്രാൻറ്റുകളും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തൽ. പക്ഷേ പല യൂണിവേഴ്സിറ്റികൾക്കും പേഴ്സണൽ ഓട്ടോണമസ് പവർ ഉള്ളത് കൊണ്ട് തന്നെ പേഴ്സണൽ ഫണ്ട് റിസോഴ്സുകൾ വേറെ ഉണ്ടാവും. പക്ഷെ ഗവൺമെന്റ് ലെവലിൽ അധിക ഗ്രാൻറ്റുകളും റിലീസ് ചെയ്ത് വരലൊക്കെ UGC വഴിയാണ് എന്ത് വരല് ഗ്രാൻറ്റുകൾ റിലീസ് ചെയ്ത് വരല്. അതുകൊണ്ട് UGC അപ്രൂവ്ഡ് എന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റിന്റെ ബേസിക് നീഡാണ്. നമ്മുടെ നാട്ടിലൊരു നിയമം കൊണ്ടൊരു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സർവകലാശാല ഗവൺമെന്റ് ഉണ്ടാക്കി, കേരളത്തിലൊരു സർവകലാശാല ഉണ്ടാക്കി. അത് കേരള ഗവൺമെന്റ് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ അവർക്ക് വരുന്ന സ്വാധീനം വെച്ചിട്ട് ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കും. പക്ഷേ ആ നിയമം കൊണ്ട് മാത്രം ഇന്ത്യയിൽ അത് എല്ലായിടത്തും എന്താവില്ല, വാലിഡ് ആവില്ല, അപ്രൂവ്ഡ് ആവില്ല. അത് UGC അപ്രൂവ്. ഇപ്പം നമ്മുടെ മലയാളം സർവകലാശാല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് UGC ഇൻസ്പെക്ഷൻസ് നടന്ന് ടെമ്പററി ആയിട്ടും എല്ലാതെയാണ് പല അപ്രൂവലും നിൽക്കുന്നത്. ഇന്ത്യയിൽ ഇത് വാലിഡ് ആവണമെങ്കിൽ എന്ത് വേണം? UGCന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതിൽ തന്നെ ആദ്യത്തെ 3 വർഷം എന്താണ് ടെമ്പററി അപ്രൂവലാണ് വരൽ. പിന്നീട് അതിൻ്റെ റിക്വയർമെന്റ് ഒക്കെ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇവർ അപ്രൂവൽ എന്ത് ചെയ്യുന്നത് പെർമനന്റ് ആവും. ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഓരോ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഇൻഫർമേഷൻസും ഓരോ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻസും ഒക്കെ UGCന്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പലപ്പോഴും നമ്മുടെ മലയാളം സർവകലാശാലയിൽ ഒരു കോഴ്സ് നടത്തി അതിന് UGC അപ്രൂവൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് ജോലി കൊടുക്കും. മീൻസ് മലയാളമാണ്, മലയാളത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് അവർ ജോലി കൊടുക്കും. പക്ഷെ അത് വെച്ചൊരു ബാങ്ക് ടെസ്റ്റ് എഴുതാനോ സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർ UGC തന്നെ വേണം. ഓക്കെ, പിന്നെ നിലവിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൽ UGC അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ എന്താവുള്ളൂ, അത് വാലിഡ് ആവുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളൊരു വാലിഡ് ഡിഗ്രി എന്നുള്ളതാണ് എന്ത് PSCക്ക് പോലും UGC അപ്രൂവ്ഡ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി വേണമെന്നാണ് എന്ത് വരിക നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ എപ്പോഴും നമ്മളൊരു യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ അത് UGCന്റെ കറന്റ് സ്റ്റാറ്റസിൽ അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നോക്കണം. മുമ്പ് അപ്രൂവ്ഡ് ആണോ എന്ന് പറഞ്ഞത് എന്തല്ല, ഒരു മാനദണ്ഡമല്ല. കറന്റ് സ്റ്റാറ്റസിൽ അതിന് അപ്രൂവൽ നിലവിലുണ്ടോ എന്നുള്ളത് അത് ഓരോ ദിവസത്തെ അപ്ഡേഷനും അതിൻ്റെ വെബ്സൈറ്റിൽ എന്താണ് ക്ലിയർ ആയിട്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ MHRD നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു.